എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. വെൽക്കം ടു പി ജിസ് ബഡ്ജറ്റ് കാർ. ബഡ്ജറ്റ് കാർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ പുതിയ പ്രേക്ഷകർ ആരും തെറ്റിദ്ധരിക്കണ്ട. ലോ ക്വാളിറ്റി വാഹനങ്ങളൊന്നുമല്ല ഞാൻ കൊടുക്കാറ്. ഞാനിപ്പോ ഒരു 3-4 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇപ്പോഴും റിക്വയർമെന്റ് കൂടുതലുള്ള 5 ലക്ഷത്തിന് താഴെയുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് കൂടുതലുള്ളത്. അപ്പൊ അത്തരം വാഹനങ്ങളാണ് ഞാനിപ്പോൾ കൂടുതൽ സെയിലായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു ബഡ്ജറ്റ് കാർ എന്ന് ഇട്ടിരിക്കുന്നത്. കാരണം 5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന സാധാരണക്കാരൻ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനം എന്നുള്ള ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് കാർ എന്നുള്ള ഒരു പേര് തന്നെ ഞാൻ ഈ ചാനലിൽ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇന്നത്തെ വീഡിയോയില് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കൊരു പുതിയ വാഹനം നമ്മൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 2011 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പ് 3 സിലിണ്ടർ കെ സീരീസ് ഗണത്തിൽപ്പെട്ട വാഗണർ LXi ആണ്. മൈലേജ് സെഗ്മെന്റിൽ വിജയിച്ച ഒരു വാഹനത്തെ തന്നെയാണ് വീണ്ടും ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 2011 രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനം ഇപ്പം സിംഗിൾ ഓണർഷിപ്പ് ആണ്. 34,828 കിലോമീറ്റർ ആണ് പ്രസന്റിൽ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വാഹനത്തിന്റെ കിലോമീറ്റർ. ഇത് ജെനുവിൻ ആണ്. കാരണം ഈ ഒരു വാഹനത്തിന്റെ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് പിടികിട്ടും. അതുപോലെ അതിന്റെ ഈ വാഹനത്തിന്റെ വേറെ സ്പെഷ്യാലിറ്റി 5 ഫുൾ ടയേഴ്സ് ഉണ്ട്. വാഹനത്തിന്റെ ഡിക്കി പോർഷൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ജെനുവാലിറ്റി പിടികിട്ടും. അതുപോലെ ഈ ഒരു വാഹനത്തിന് യാതൊരുവിധ റീപ്ലേസുകളോ ആക്സിഡന്റുകളോ അങ്ങനത്തെ ഒന്നുമില്ല. 2011 രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനത്തിന് 34,800 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എന്തെങ്കിലും തർക്കമുള്ള ആളുകൾ ദയവായിട്ട് എന്നെ വിളിക്കുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാൻ നമ്മൾ തയ്യാറാണ്. കാരണം പണം കൊടുത്ത് മേടിക്കുന്ന ആൾക്ക് ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള എല്ലാവിധ അവകാശവും അർഹതയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തരാൻ നമ്മളും തയ്യാറാണ്. താല്പര്യമുള്ള ആളുകൾ നേരിട്ട് വരിക, വാഹനം കാണുക. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മാനുവൽ സെൻട്രൽ ലോക്ക്, ഇതാണ് ഇതിൽ ഓപ്ഷൻ വരുന്നത്. സസ്പെൻഷൻ വർക്കുകളോ AC വർക്കുകളോ ഒന്നും നിലവിൽ ആവശ്യമില്ല. ഒരു സാധാരണ ഫാമിലി കാറിന്റെ പർപ്പസ് ആണ് താനും. എന്നാൽ അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ലഗേജും കൂടി വഹിക്കാൻ കഴിയുന്ന, അതിന്റെ സീറ്റ് രണ്ടും മൊത്തത്തിൽ ബാക്കിൽ 2 സീറ്റും 2 ഫോൾഡിംഗ് ആണ് വരുന്നത്. അത് മൊത്തത്തിൽ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത്രത്തോളം സ്പേസും നമുക്ക് യൂട്ടിലിറ്റി ആണ് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു വാഹനമാണ് വാഗൺ. 25 വർഷമായിട്ട് യാതൊരുവിധ പേരുകളും മാറ്റം വരുത്താതെ, അതായത് രൂപത്തിലും ഭാവത്തിലേക്ക് പല പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എഞ്ചിൻ സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് 1 ലിറ്റർ എഞ്ചിനും 1.2 ലിറ്ററും എഞ്ചിനും വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും വാഗണർ എന്നുള്ള ആ ഒരു സെഗ്മെന്റിൽ അതിന്റെ പർപ്പസിന് യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ മാരുതി ഇന്നും ലോകത്തെമ്പാടും വിജയകരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഈസിയായിട്ട് ഇറങ്ങുവാനും കയറുവാനും കഴിയുന്ന രീതിയിലാണ്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള രീതിയിലാണ് അതിന്റെ സീറ്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം, നല്ല ബൂട്ട് സ്പേസ്, ഇത്രയുമുള്ള ഒരു വാഹനം. ഈ ഒരു 2011 രജിസ്ട്രേഷനുള്ള ഇത്രയും ക്യൂട്ടായ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ മൊബൈൽ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റുള്ള വാഹനങ്ങൾ വിശേഷങ്ങൾ തുടർ വീഡിയോകൾ വരുന്നതായിരിക്കും. വാഹന ലോകവുമായിട്ട് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വാഹനം, സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അധികം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നവരെ നന്ദി, നമസ്കാരം.